സംസ്ഥാനത്ത് ചൂട് കൂടുകയാണ്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴിച്ച് ബാക്കി ജില്ലകളിൽ ചൂട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചൂട് കനക്കുന്നതിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമൽനാഥ് ഉണ്ട് വിവരങ്ങളുമായി. അമൽ, ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ചൂടിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്? അടുത്തെങ്ങാനും മഴയ്ക്ക് സാധ്യതയുണ്ടോ? ലിബീഷ്, സംസ്ഥാനത്ത് ചൂട് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൊല്ലം, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, അതേസമയം തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി വരെയും ചൂട് അല്ലെങ്കിൽ താപനില ഉയർന്നേക്കാം എന്നാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുള്ളത്. ഈ ഉയർന്ന താപനില കാരണം ഈ ജില്ലകളിലെ മലയോര മേഖലയിൽ ഒഴികെയുള്ള ഇടങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക എന്നും നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം തന്നെ സൂര്യാഘാതം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അതിനാൽ ഈ ഉച്ച സമയങ്ങളിലായിരിക്കും ചൂടിന്റെ ഏറ്റവും വലിയ തീവ്രത ഉണ്ടാവുക. അതിനാൽ തന്നെ പരമാവധി ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നുള്ളത്. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങുക. അതേസമയം കണ്ണൂർ ജില്ലയിൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില തീപിടുത്തങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഈ പാറപ്രദേശങ്ങളിലായിരുന്നു ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ഉയർന്ന താപനില മൂലമാണ് ഇത്തരത്തിൽ ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ അടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ നിന്നുമുള്ള സംഘമെത്തി ഇതൊക്കെ കൃത്യസമയത്ത് അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വലിയൊരു തീപിടുത്തത്തിലേക്ക് ഇത് മാറിയിട്ടില്ല. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അതിനാൽ തന്നെ അധികൃതർ അടക്കം വേണ്ട സുരക്ഷാ നടപടികളൊക്കെ തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന ഒരു നിർദ്ദേശം കൂടി നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ലിബീഷ്.